ഫാദർ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഫാദർ, നമുക്ക് എങ്ങനെ വിലയിരുത്താം, ഏത് രീതിയിലായിരിക്കും UDFന്റെ മുനമ്പവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിലുള്ള മുന്നോട്ട് പോക്ക് എന്നാണ് നമുക്ക് കരുതാൻ കഴിയുക? കാരണം എല്ലാവരും ഒരുമിച്ച് ഇടതുപക്ഷം ഭരിച്ച സമയത്ത് പ്രമേയം പാസാക്കിയതാണ് മുനമ്പത്തിന്റെ കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഭേദഗതികളെ എതിർത്തുകൊണ്ട്. അപ്പോൾ VD സതീശൻ അദ്ദേഹം മുനമ്പത്ത് വന്നപ്പോൾ ഈ പ്രശ്നം വളരെ ലളിതമായി തീർക്കും എന്നൊക്കെ പറയുകയും ചെയ്തിരുന്നു. എങ്ങനെ പ്രതീക്ഷിക്കാം, എന്ത് സംഭവിക്കുമെന്നാണ് നമുക്ക് കരുതാൻ കഴിയുക? ശ്രീ VD സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ ഇപ്പോഴും എല്ലാവർക്കും അറിയാവുന്നതാണ്. ഏറ്റവും കൂടുതൽ ഇന്ന് അത് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുമുണ്ട് വളരെ വ്യക്തമായി. ഒരു 5ഓളം സമയത്ത് അതിൽ 2 പ്രാവശ്യം നേരിട്ട് മുനമ്പംകാരോട് നേരിട്ട് അവിടെ വന്ന് അദ്ദേഹം പറഞ്ഞതാണ്, വഖഫ് ഭൂമിയല്ല മുനമ്പം, അത് വഖഫ് അല്ല എന്ന് വളരെ തെളിച്ച് പറഞ്ഞതാണ്. എന്ന് മാത്രമല്ല 10 മിനിറ്റ് കൊണ്ട് ഇത് പരിഹരിക്കാവുന്നേ ഉള്ളൂ, സർക്കാർ മനസ്സ് വെച്ചാൽ എന്നും അദ്ദേഹം വ്യക്തമാക്കിയതാണ്. അതിനുള്ള രീതികൾ വരെ, എങ്ങനെ പരിഹരിക്കണം എന്നുള്ള രീതികൾ വരെ അദ്ദേഹം പറഞ്ഞു. അന്ന് അദ്ദേഹം പറഞ്ഞത് വഖഫ് ബോർഡ് സർക്കാരിന്റെ ഒരു ബോഡിയാണ്, അതുകൊണ്ട് സർക്കാർ വഖഫ് ബോർഡിനെ കൊണ്ട് ഈ ഭൂമി വഖഫ് അല്ല എന്നുള്ള യാഥാർത്ഥ്യം അംഗീകരിപ്പിച്ച് അതിനുള്ള കാര്യങ്ങൾ മുന്നോട്ട് നീക്കിയാൽ മുനമ്പത്തിന് നീതി കിട്ടും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ അത് എത്രമാത്രം പ്രായോഗികമാണ് എന്ന് എനിക്ക് സംശയമുണ്ട്. മറിച്ച് വളരെ വ്യക്തമായൊരു രീതി, വളരെ പ്രകടമായി ഫലമുണ്ടാകാവുന്ന ഒരു രീതി, അത് റവന്യൂ വകുപ്പിന് പറ്റിയ തെറ്റുതിരുത്തലാണ്. റവന്യൂ വകുപ്പിനാണ് തെറ്റുപറ്റിയിരിക്കുന്നത്. കാരണം റവന്യൂ വകുപ്പിന് ഒരു ബാധ്യതയുമില്ല ഈ പറഞ്ഞ വഖഫ് ബോർഡിന്റെ അടിസ്ഥാനമില്ലാത്ത നടപടിക്രമങ്ങളൊന്നും പൂർത്തിയാക്കാതെ ഉള്ള ഒരു കൽപ്പന അത് ശിരസ വഹിക്കാനും അത് പാലിക്കാനും ഒരു ബാധ്യതയും റവന്യൂ വകുപ്പിനില്ല. അപ്പോൾ റവന്യൂ വകുപ്പിനാണ്, സർക്കാരിന്റെ റവന്യൂ വകുപ്പിനാണ് തെറ്റുപറ്റിയിട്ടുള്ളത്. പിണറായി സർക്കാരിന്റെ റവന്യൂ വകുപ്പ് വരുത്തിവെച്ച ഈ വലിയ അനീതി അത് സതീശൻ സർക്കാരിന് നിമിഷ നേരം കൊണ്ട് പിൻവലിക്കാവുന്നതേ ഉള്ളൂ. കാരണം അതിനെതിരെ ഒരു പ്രശ്നവുമില്ല, ഒരു കോടതി പ്രശ്നവുമില്ല. റവന്യൂ വകുപ്പ് തങ്ങളുടെ തെറ്റ് തിരിച്ചറിഞ്ഞ് തങ്ങളുടെ ആ ഒരു ബ്ലോക്ക് അല്ലെങ്കിൽ റവന്യൂ തടങ്കലിലാക്കിയിരിക്കുന്ന അവസ്ഥ അത് റവന്യൂ വകുപ്പ് പിൻവലിക്കുന്നു. ബാക്കിയുള്ള കാര്യങ്ങൾ അത് വഖഫാണോ അല്ലയോ ഇതെല്ലാം മറ്റു വിഷയമാണ്. ഇവിടെ റവന്യൂ വകുപ്പിന് പറ്റിയ തെറ്റ് അവർ അംഗീകരിച്ച് പിൻവലിച്ചാൽ 10 മിനിറ്റ് കൊണ്ട് ഇത് സോൾവ് ചെയ്യാവുന്നുള്ളൂ. ഇനി വഖഫ് ബോർഡിന് ഇത് റവന്യൂ വകുപ്പ് എതിരെ ഇതിന് പോകണമെങ്കിൽ, അല്ലെങ്കിൽ ഇത് വഖഫാണ് എന്നുള്ള ക്ലെയിം പറയണമെങ്കിൽ അത് കോടതിയിൽ പോയിക്കോട്ടെ. ഇപ്പൊ നിലവിൽ ഇത് ഏറ്റവും എളുപ്പത്തിൽ തീർക്കാവുന്ന ഒരു വിഷയമാണ്. പക്ഷെ അത് ഈ സർക്കാരിന്റെ ആത്മാർത്ഥത അനുസരിച്ചിരിക്കും. കേരള ജനതയുടെ മുന്നിൽ ഈ UDF ഇതുപോലെ വാഗ്ദാനം നൽകിയ ഒരു വിഷയമില്ല. അപ്പോ ഇതുപോലെ ഉറപ്പ് നൽകിയ ഒരു വിഷയമില്ല. ഇതുപോലെ പ്രതീക്ഷ നൽകിയ ഒരു ജനത, മുനമ്പം ജനതക്കാർക്ക് UDF നൽകിയതുപോലുള്ള പ്രതീക്ഷ മറ്റാരും നൽകിയിട്ടുമില്ല. അതുകൊണ്ട് തന്നെ UDFന് ബാധ്യതയുണ്ട്. മുൻ പ്രതിപക്ഷ നേതാവായിരുന്ന ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായിരിക്കുന്ന ശ്രീ VD സതീശന് ബാധ്യതയുണ്ട് 10 മിനിറ്റ് കൊണ്ട് ഈ പ്രശ്നം തീർക്കാൻ. പക്ഷേ എനിക്ക് ഈ ആത്മാർത്ഥത, അദ്ദേഹത്തിന്റെ ആത്മാർത്ഥത എന്തുമാത്രമുണ്ട് എന്നുള്ള ആ കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം ന്യൂനപക്ഷ വകുപ്പിന്റെ ഉത്തരവാദിത്വം അദ്ദേഹം ആരെ ഏൽപ്പിക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചും വഖഫ് മന്ത്രി ആര് എന്നുള്ളതിനെ ആശ്രയിച്ചും ഈ നീക്കങ്ങൾ മുന്നോട്ട് പോകും എന്നതാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ആത്മാർത്ഥത ശ്രീ VD സതീശൻ തൻ്റെ വാക്കുകൾ പറയുന്നത് പ്രവർത്തിക്കാനാണെന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നുണ്ടല്ലോ. അപ്പോൾ മുഖ്യമന്ത്രി തൻ്റെ വാക്ക് പാലിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ ഇതുവരെയുള്ള നീക്കങ്ങളിൽ എനിക്ക് ആ ആത്മാർത്ഥത കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്.
ഫാദർ, മറ്റൊരു കാര്യം, ഈ മന്ത്രിസഭയിൽ ലീഗിന്റെ സ്വാധീനം എത്രത്തോളമാണ് എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ ആരാണ് ഇത് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് എന്നുള്ള കാര്യങ്ങളും വ്യക്തമാണ്. ഈ ലീഗിന്റെ ബാധ്യതയില്ലാതിരുന്ന ഇടതുപക്ഷം പോലും കൃത്യമായിട്ട് ഇതിനെതിരെ നിലകൊള്ളുകയാണ് ഉണ്ടായത്. എല്ലാവരും ഒരുമിച്ച് പ്രമേയം നിയമസഭയിൽ പാസാക്കി. അപ്പോൾ തീർച്ചയായിട്ടും ആലോചിക്കാനുള്ള ഒരു കാര്യം, ഇനി തിരിച്ച് വഖഫിന്റെ പ്രശ്നങ്ങളുമായിട്ട് വരാനുള്ള സാധ്യതകൾ എത്രത്തോളമാണ്? അങ്ങനെ ഒരു പ്രശ്നത്തിലേക്ക് നീങ്ങാൻ കഴിയുമോ? കാരണം കേന്ദ്ര സർക്കാരിന്റെ ഭേദഗതികളുമായി ബന്ധപ്പെട്ട് ഇനി അതിനുള്ള സാധ്യതകൾ എത്രത്തോളമാണ് നിലനിൽക്കുന്നത് മുനമ്പത്ത്? ഇല്ല, ഇതില് അടിസ്ഥാനപരമായി ഇത് മുഖ്യമന്ത്രിയുടെ ആത്മാർത്ഥതയെ വെളിവാക്കുന്ന ഒരു വിഷയമാണ്. അതാണ് ഇത് അടിസ്ഥാനപരമായ വിഷയം. UDFന്റെ ഈ വിഷയത്തിലെ ആത്മാർത്ഥതയെ വെളിവാക്കുന്ന ഒരു ലിറ്റ്മസ് ടെസ്റ്റ് തന്നെയായിരിക്കും മുനമ്പത്തോട് ഈ സർക്കാർ എടുക്കുന്ന നിലപാട്. അതിൽ മുനമ്പം വഖഫ് ഭൂമി അല്ല എന്ന് 100% ഉറപ്പുള്ള ഒരാളാണ് മുഖ്യമന്ത്രി ആയിരിക്കുന്നത്. ആ മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ ഇത് വഖഫ് ഭൂമി അല്ല എന്ന് ഞങ്ങൾക്ക് അഭിപ്രായമില്ല എന്ന് പറഞ്ഞ ശ്രീ കുഞ്ഞാലിക്കുട്ടിയുടെ ആ ഒരു നിലപാടിന് മുന്നിൽ അദ്ദേഹം സ്വയം അടിയറ വയ്ക്കുമോ, 610 കുടുംബങ്ങളെ അദ്ദേഹം ചതിക്കുമോ എന്നാണ് ഇനി കാണാനുള്ളത്. ഞാൻ ബാക്കി കാര്യങ്ങളൊന്നും പറയാൻ ഞാൻ ആളല്ല. പക്ഷേ ഒരു കാര്യം വളരെ 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 വ്യക്തമാണ്. മുനമ്പം വിഷയത്തിൽ മുഖ്യമന്ത്രി എടുക്കുന്ന നിലപാട്, UDF എടുക്കുന്ന നിലപാട് എത്രയും വേഗം 10 മിനിറ്റ് കൊണ്ടെന്നല്ല 10 ദിവസം കൊണ്ട് എങ്കിലും ഈ പ്രശ്നം പൂർണ്ണമായും പരിഹരിച്ച് മുനമ്പംകാരെ റവന്യൂ തടങ്കലിൽ നിന്ന് സ്വതന്ത്രമാക്കിയില്ല എങ്കിൽ അത് ഈ സർക്കാരിന് മേൽ വീഴുന്ന ആദ്യത്തെ ഏറ്റവും വലിയ കരിനിഴൽ ആയിരിക്കും. ശ്രീ VD സതീശൻ എന്ന വ്യക്തിയുടെ ആത്മാർത്ഥത ഈ പൊതുസമൂഹത്തിൽ അത് വല്ലാതെ മോശപ്പെടും. അദ്ദേഹത്തിന്റെ ഇപ്പോഴുള്ള വളരെ നല്ല ഒരു ലെവലിലാണ് അദ്ദേഹം നിൽക്കുന്നത്. എല്ലാ മനസ്സുകളെയും അദ്ദേഹം സ്വാധീനിക്കുന്നുണ്ട്, ആകർഷിക്കുന്നുണ്ട്. പക്ഷേ അത് മുഴുവൻ തമസ്കരിക്കപ്പെടാനും അദ്ദേഹത്തിന്റെ ആത്മാർത്ഥത ചോദ്യം ചെയ്യപ്പെടാനും ഇടയാക്കുന്ന ഒരു വിഷയം തന്നെയാണ് മുനമ്പത്തിന്റെ 10 മിനിറ്റ് വിഷയം എന്നുള്ളത് അദ്ദേഹം ഓർക്കേണ്ടതുണ്ട്. നിലപാടായിരിക്കണം, വാക്കായിരിക്കണം. അത് ആരുടെയെങ്കിലും മുന്നിൽ മാറ്റിവെക്കാനുള്ളതല്ല വാക്ക്, ആരുടെയെങ്കിലും മുന്നിൽ വളയ്ക്കാനുള്ളതുമല്ല നട്ടല്. ശ്രീ VD സതീശന്റെ നട്ടല്, നിലപാടിലുള്ള ഉറപ്പ്, ഇത് കേരള ജനത ഇനിയും അതിൽ വിശ്വാസം വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് കേരള ജനതയ്ക്ക് പറയാനുള്ളത്, ശ്രീ VD സതീശൻ മുഖ്യമന്ത്രി ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ വിഷയത്തിന് സമ്പൂർണ്ണ പരിഹാരം കാണാൻ കഴിയും. അദ്ദേഹം മനസ്സുവെച്ചാൽ സാധിക്കും. പക്ഷെ അദ്ദേഹം മറ്റുള്ളവരുടെ സമ്മർദ്ദങ്ങളിൽ അവയ്ക്ക് മുൻപിൽ നട്ടല് പണയം വയ്ക്കരുത് എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കാനുള്ളത്. ഫാദർ, മറ്റൊരു കാര്യം, ഇപ്പോൾ നമുക്കറിയാം മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്ന കാര്യത്തിൽ ലീഗിന്റെ ഇടപെടൽ എത്രത്തോളം ഉണ്ടായിരുന്നു എന്നറിയാം. അതുപോലെ മന്ത്രിസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ലീഗിന്റെ ഇടപെടൽ, കോൺഗ്രസിലെ ലീഗിന്റെ സ്വാധീനം എല്ലാം അറിയാം. ഒരു ഭയം നിലനിൽക്കുന്നുണ്ടോ അപ്പോഴും മുനമ്പം സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ? കാരണം സമുദായത്തെ അവഗണിച്ച് ലീഗിന്റെ നേതൃത്വത്തിനും എത്രത്തോളം മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളതിനെ കുറിച്ച് സംശയങ്ങളുണ്ട്. അപ്പോൾ ഒരു ഭയം അപ്പോഴും നിലനിൽക്കുന്നുണ്ടോ ഈ കാര്യങ്ങളിൽ? കാരണം ന്യൂനപക്ഷ വകുപ്പും അതുപോലെ വഖഫും അടക്കമുള്ള കാര്യങ്ങൾ ആരുടെ കയ്യിലേക്ക് പോകും എന്നുള്ളതും നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ ഒരു ഭയം മുനമ്പത്ത് നിലനിൽക്കുന്നുണ്ടോ ഇപ്പോഴും? ഇതിലെ വിഷയം എന്താന്ന് വെച്ചാൽ, ഒന്ന് ആലോചിച്ച് നോക്കൂ റോബിൻ. ആ സമയത്ത്, ഈ വിഷയം നടക്കുന്ന സമയത്ത് ഇവരെല്ലാവരും പറഞ്ഞിരുന്നത് എന്താണ്? നിരന്തരം പറഞ്ഞിരുന്നത്, മുസ്ലിം നേതാക്കളെല്ലാം ഒന്നടങ്കം പറയുന്നു ഇത് വഖഫല്ല. മുസ്ലിം നേതാക്കൾ എല്ലാവരും ഒന്നടങ്കം പറയുന്നു ഇത് വഖഫായി പ്രഖ്യാപിച്ചത് അനിസ്ലാമികമാണ്. മുസ്ലിം നേതാക്കൾ എല്ലാം ഒന്നടങ്കം പറയുന്നു, സംഘടനകളെല്ലാം ഒന്നടങ്കം പറയുന്നു ഇത് പരിഹരിക്കാം, ഇമ്മീഡിയറ്റ് ആയിട്ട് പരിഹരിക്കാൻ കഴിയും, ഇതിന് ശാശ്വതമായ പരിഹാരമുണ്ട്. ഇതൊക്കെയല്ലേ അന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ വിഷയത്തിൽ പരിഹാരം
ഉണ്ടാകേണ്ട സമയമാണ്. നേരത്തെ പറഞ്ഞതുപോലുള്ള ആ ഒരു 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 മുസ്ലിം ലീഗിന്റെ ആ ഒരു ഒരു അധിനിവേശം, അല്ലെങ്കിൽ ഒരു 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 വല്ലാത്ത ഒരു അധികാര പ്രയോഗം, അല്ലെങ്കിൽ വരച്ച വരയിൽ നിർത്തുന്ന ശൈലി, അത് കോൺഗ്രസിന് തീർച്ചയായിട്ടും ക്ഷീണമുണ്ടാക്കുന്നതാണ്. എന്ന് മാത്രമല്ല, UDFന്റെ മൊത്തത്തിലുള്ള പ്രതിച്ഛായ അത് കളങ്കപ്പെടുത്തുന്നതുമായിരിക്കും, പ്രത്യേകിച്ച് മുനമ്പത്തിലെ വിഷയത്തിൽ. കാരണം 2022 നിയമസഭയില് ചോദ്യം ചോദിക്കാൻ എഴുന്നേറ്റ് നിന്നത് മുസ്ലിം ലീഗാണ്. മുനമ്പംകാർക്കെതിരെ ചോദ്യം ചോദിക്കാൻ എഴുന്നേറ്റ് നിന്നത് മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗിന്റെ MLA ആണ് എഴുന്നേറ്റ് നിന്ന് ചോദ്യം ചോദിച്ചത്. അവിടെ കരമടക്കാനായിട്ട് അനുവാദം കൊടുത്തത് വഖഫ് ഭൂമിയിൽ ഉള്ള കയ്യേറ്റക്കാർക്ക് കരമടക്കാൻ കൊടുത്തു എന്നാണെന്ന് പറഞ്ഞത്. അതുകൊണ്ട് സ്വാഭാവികമായും ആ ഭയമുണ്ട്. ഇത് അടിസ്ഥാനമില്ലാത്ത ഭയമല്ല. എന്ന് മാത്രമല്ല, ശ്രീ കുഞ്ഞാലിക്കുട്ടി ഒരിക്കൽ പറയുകയും ചെയ്തു, വഖഫ് ഭൂമി അല്ല എന്ന് ഞങ്ങൾക്ക് അഭിപ്രായമില്ല എന്ന് പറയുകയും ചെയ്തു. അന്നു തന്നെ ആ നട്ടെല്ലു വളഞ്ഞതായി നമ്മൾ കണ്ടു. കാരണം തർക്കത്തിന് ഞാനില്ല എന്നായിരുന്നു ശ്രീ VD സതീശൻ അന്ന് കൊടുത്ത മറുപടി. തർക്കത്തിന് ഞാനില്ല. അന്നു തന്നെ ആ നട്ടെല്ലു വളയുന്നതായിട്ട് കണ്ടു. അപ്പോൾ ഈ സമയത്ത് അതെന്തുമാത്രം പുളഞ്ഞു പോകും എന്ന ഭയം അത് തീർച്ചയായിട്ടും ഉണ്ട്. ഓരോ കാര്യങ്ങളിലും ഇപ്പോൾ അധികാരം ഏറ്റെടുത്തതിന് ശേഷം ഓരോ കാര്യങ്ങളിലും വല്ലാതെ വളയുന്ന പോലെയുള്ളൊരു പ്രതീതിയാണ് ഇപ്പോഴുള്ളത്. അതുകൊണ്ട് മുനമ്പം വിഷയത്തിലും എങ്ങനെയാകും എന്നുള്ള ഒരു ആശങ്ക സ്വാഭാവികമായും മുനമ്പം വിഷയം പഠിക്കുന്നവർക്കുണ്ട്. വളരെ വ്യക്തമാണ്, വഖഫ് ബോർഡ് ഒരു ക്ലെയിമും അത് വഖഫാണെന്ന് പറയാനില്ല. ഒരു പ്രൊസീജിയറും പാലിച്ചിട്ടില്ല. അവിടെയുള്ളവർക്ക് അത് വഖഫ് ആക്ടിൽ തന്നെ ഉള്ളതാണ്, സെക്ഷൻ 4. അവിടെയുള്ളവർക്ക് നോട്ടീസ് കൊടുത്ത് അവരെ കേട്ടിട്ടില്ല. പിന്നെ അത് സർവേ നടത്തിയിട്ടില്ല. പിന്നെ സർക്കാരിന് വിശദമായ റിപ്പോർട്ട് കൊടുത്തിട്ടില്ല. പിന്നെ സർക്കാർ അത് ഗസറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുമില്ല. അപ്പൊ പിന്നെ എങ്ങനെയാണ് ഒരു വഖഫ് ഭൂമിയാണ് മുനമ്പം എന്ന് പറയാൻ കഴിയുക? ഇതെല്ലാം നടന്നു കഴിഞ്ഞാൽ മാത്രമേ അത് വഖഫായി പ്രഖ്യാപിക്കപ്പെടുകയുള്ളൂ. വഖഫിൻ്റെതായ ആ പ്രത്യേകതകളിലേക്ക് അത് നീങ്ങുകയുള്ളൂ. വഖഫ് ബോർഡിന് കീഴിൽ അത് വരികയുള്ളൂ. വഖഫ് ട്രൈബ്യൂണലിന്റെ അധികാര പരിധിയിൽ പോലും ആ കേസ് കേൾക്കാൻ പോലും വഖഫ് ട്രൈബ്യൂണലിന് കഴിയണമെങ്കിൽ ഈ പ്രൊസീജിയേഴ്സ് എല്ലാം പാലിക്കപ്പെട്ടാലേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇതൊന്നും പാലിച്ചിട്ടില്ലാത്ത വഖഫ് ബോർഡിനെ സംബന്ധിച്ചിടത്തോളം ഒരു ക്ലെയിമുമില്ല, ഒരു അടിസ്ഥാനവുമില്ല ക്ലെയിമിന്. പക്ഷേ വർഗീയ ചിന്ത ഒന്നുകൊണ്ട് മാത്രമേ മുനമ്പം വഖഫാണെന്ന് പറയാൻ ഇനി ആർക്കെങ്കിലും സാധിക്കുകയുള്ളൂ. വർഗീയത കൊണ്ട് മാത്രം മുനമ്പത്തെ വഖഫാക്കി മാറ്റാൻ ഇനി ആരെങ്കിലും തുനിയുമോ? ഇനി ആരെങ്കിലും അതിനുവേണ്ടി പണിയെടുക്കുമോ? ഇതാണ് അറിയാനുള്ളത്. വളരെ നന്ദി ഫാദർ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട്